നമസ്കാരം. സുനിത കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കുന്നത്. പുട്ടും ഗ്രീൻ പീസ് കറി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലേക്ക് ഒന്ന് പോയാലോ. നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു കുക്കർ വെച്ചിട്ട് അടുപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക ഇത്രയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നതുവരെ വേവിച്ചു കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ പീസ് ഒട്ടും നല്ലതായിരുന്നില്ല, നന്നായിട്ട് വെന്തിട്ടില്ലായിരുന്നു. സാധാരണ ഞാൻ 2 വിസിൽ വരുന്നവരെ വയ്ക്കാറുള്ളൂ. ഇത് 3 വിസിൽ വെച്ചിട്ടും ഇത് ഗ്രീൻ പീസ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായില്ല കേട്ടോ. ഇത് പുതിയ ഞാൻ വാങ്ങിയിട്ട് ആദ്യമായിട്ടത് വെക്കുന്നത്. അപ്പോൾ നല്ല ഇതിലുള്ളതാണെന്ന് തോന്നിയില്ല കേട്ടോ അതെന്തായാലും. അപ്പോൾ പിന്നീട് നമ്മൾ 3 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഇറക്കി വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, കടുക് ചേർത്തു, വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഇനി ഒരു 2-3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ കേട്ടോ. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം കേട്ടോ. അതാണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ ഒരു പച്ച ചുവ മാത്രമേ ഉണ്ടാവുള്ളൂ കറിക്ക്. അതായത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. ഈ പൊടിയുടെയൊക്കെ പച്ചച്ചുവ നല്ലതുപോലെ മാറി വരണം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് സമയം കൂടി ഇരുന്ന് വെന്താലേ ശരിയാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഒട്ടും വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേകാനുണ്ടത്. അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഞാൻ വേവിച്ചു കേട്ടോ. ഒരുവിധം ഒന്ന് വെന്ത് വന്നു, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇളക്കി നോക്കിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചത് ചേർക്കണം. തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, അതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. ഒന്നുകൂടെ അങ്ങ് അടച്ചു വെച്ച് കൊടുത്തു. ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വീണ്ടും തുറന്നിട്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് ഇളക്കി നോക്കുകയാണ്. ഒരുവിധം കുറച്ചുകൂടിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു നോക്കിയപ്പം, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അവസാനമായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തു. വീണ്ടും ഒന്ന് അടച്ച് വെച്ചു. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പിൽ തന്നെ പുട്ട് ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ സാധാരണ ഗ്യാസ് അടുപ്പിലാണ് ചെയ്യുന്നത്. ഇത് എല്ലാം കൂടെ തന്നെ ഈ അടുപ്പിൽ തന്നെ ചെയ്യാം, ഒരു ഇഷ്ടം തോന്നി അങ്ങനെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പുട്ടുകുടമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലിരുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു റൗണ്ട് ഉണ്ട് അപ്പുറത്ത് അടുപ്പിൽ വെക്കുന്നത്, അതൊരെടുത്ത് ഇവിടെ വെച്ചിട്ട് പുട്ടുകുടം വെച്ച് കൊടുത്തു. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വെച്ചത്. അപ്പോൾ വെള്ളം തിളച്ച് ആവി വന്നപ്പോഴത്തേക്ക് കുറ്റിയിലോട്ട് മാവ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മാവ് ഞാൻ നേരത്തെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തേങ്ങ ചേർത്തിട്ട് സാധാരണ നമ്മൾ ചെയ്യും പോലെ തന്നെ മാവ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ പുട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇത് കഴുകാനൊക്കെ കുറച്ച് ഇതല്ലേ, ഉണങ്ങിയൊക്കെ പിടിക്കുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങാൻ അങ്ങനെ ഇടാറില്ല ഞാൻ, പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കും. എന്നാലും എനിക്കിഷ്ടം മറ്റേ നമ്മുടെ ചിരട്ട പുട്ടിൻ്റെ ഇതില്ലേ, അതാണ് എനിക്കിഷ്ടം. അതിലാണ് ഞാൻ അധികം ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഗ്യാസ് അടുപ്പിലാണ് വെക്കുന്നതിന്. അപ്പോൾ ഈ അടുപ്പിൽ വെക്കാനായിട്ട് ഞാൻ നേരത്തെ വാങ്ങിയിട്ടുള്ളതാണ്. ഈ അടുത്ത കാലത്ത് വാങ്ങിയിട്ടുണ്ട് ഈ പുട്ടുകുടം ഈ അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇങ്ങനെ ഇതുപോലൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഈ അടുപ്പിൽ ചെയ്യണമെന്ന് തോന്നും പുട്ടൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് എടുത്താണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഗ്രീൻ പീസ് ഇതിൽ തന്നെ അങ്ങ് വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും പുട്ടങ്ങനെ അടുപ്പത്തിരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് ഈ പുട്ടിൻ്റെ ആവിയൊക്കെ ഇങ്ങനെ വരുന്ന കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വിശേഷിച്ച് അടുപ്പിൽ. അപ്പം ഞാൻ അതാ ഇങ്ങനെ ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഒന്ന് എടുത്താണ് കേട്ടോ ഇത്. അവിടെ ഈ കുടം ഇങ്ങനെയാണെന്ന് തോന്നുന്നത് കണ്ട, അത് ഈ താഴെ കൂടെ ഇങ്ങനെ ആവി ചെറുതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പുട്ട് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിങ്ങ് എടുക്കാം. അപ്പോൾ പുട്ട് കുറ്റി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പുട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇട്ട് കേട്ടോ. ഇത് കാണാനൊക്കെ നല്ല രസമാണല്ലോ, വിശേഷിച്ച് ഇതുപോലെ അടുപ്പും ഒക്കെ ആകുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് പുട്ടും ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് വീഡിയോയും കൂടി എടുത്തത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതെ നമുക്ക് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക്